ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിലും വളരെ ലളിതമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വാൾ ഹാങ്ങിങ് ആണ് ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത്. ഇത് വെറുതെ ഒരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അതുപോലെ തന്നെ ബ്ലാക്ക് ചാർട്ട് പേപ്പറും അതിൻ്റെ മുകളിൽ ഒട്ടിച്ചതാണ്. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഔട്ട്ലൈൻ ആയിട്ടിരിക്കുന്നത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ മനോഹരമായിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ഏത് കളർ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഈ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു ഡിസൈൻ എന്ന രീതിയിലാണ് ഈ ഞാൻ ബട്ടർഫ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഗോൾഡൻ 3D ആണ്. ആ ഒരു ഗോൾഡൻ 3D കൊണ്ട് ഞാൻ ഇതിന് ഔട്ട്ലൈൻ ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് വൈറ്റ്നർ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല തെളിച്ചത്തോടു കൂടി തന്നെ ആ ഒരു ഔട്ട്ലൈൻ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. ഇത് ഗോൾഡൻ 3D കൊണ്ട് ഗോൾഡൻ 3D ഇത് കുറച്ച് തീരാറായൊരു 3D ആണ്. അതുകൊണ്ട് കുറച്ച് നല്ലതുപോലെ പ്രസ് ചെയ്തേണ്ടി വരും. അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് ഔട്ട്ലൈൻ ഇട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഡ്രസ്സിൽ ഇടുന്ന ഒരു 3D ആണ്. ഇതുപോലെ നമുക്ക് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആ ഒരു 3D കൊണ്ട് ഞാൻ കറക്റ്റ് ചെയ്യാണ്. ആ 3D ഇട്ടാൽ ഒരു 10-15 മിനിറ്റോളം അതൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ അത് ചെയ്യുന്നത്. ഡ്രസ്സിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ, ഈ ബട്ടർഫ്ലൈ ചെയ്യാവുന്ന കണക്ക്. ഇത് ഫോയിൽ പേപ്പറാണ്. എൻ്റെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൂടി കൊണ്ട് എന്ത് എളുപ്പത്തിൽ നമുക്കൊന്ന് ചെയ്യാമെന്ന് നോക്കിയതാണ്. ഇതെന്ന് വെച്ചാൽ സ്റ്റോൺസുകളാണ്. അത് ഓൾറെഡി അത് ഗമ്മുണ്ട്, നമ്മൾ എടുത്തൊന്ന് ഒട്ടിച്ചാൽ മാത്രം മതി. ഇത് ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചത് ആ ഒരു സ്റ്റോൺസ്. നമ്മളിനി അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കളർ കോമ്പിനേഷനോടുകൂടിയാണ്. ഇതിപ്പം ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് പ്രധാനമായിട്ട് ഞാനത് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ബ്ലാക്കിലാകുമ്പോൾ കുറച്ചും കൂടി നല്ല എടുപ്പ് വരും. അതുകൊണ്ട് മുകൾ ഭാഗം ഒരു യെല്ലോയും പിങ്കും വയലറ്റ് ബ്ലൂ കളറിട്ട് അതുപോലെ തന്നെ താഴെ അതൊരു കളർ കോമ്പിനേഷൻ ആകുമ്പോൾ ഇത്തിരി കൂടെ എടുപ്പ് വരും. നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ബട്ടർഫ്ലൈയിൽ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. കുറച്ച് എടുപ്പോടുകൂടി ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗി കാണും. അതിനുശേഷം ഞാൻ വൈറ്റ് കളർ കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് ഇനി ആ ഒരു വൈറ്റ് കളർ ഒന്നും കൂടി എടുത്ത് കാണണമെന്നെങ്കിൽ ആ ഒരു ബ്ലാക്കിൻ്റെ ചാർട്ട് പേപ്പർ അത് കംപ്ലീറ്റ് ഞാനത് ഓറഞ്ച് കളറിട്ട് റെഡിയാക്കി. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് ഇതുപോലെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് തന്നെ കുറേ ഡെക്കറേഷൻ ഐറ്റംസുകൾ നമുക്ക് വോൾ ഹാങ്ങിങ് ഇഷ്ടം പോലെ നമുക്ക് ചെയ്ത് നമ്മുടെ വീട് മനോഹരമാക്കി എടുക്കാം. അതുപോലെ തന്നെ കുട്ടികളുടെ റൂമുകളിലും ബെഡ്റൂമുകളിലും ഒക്കെ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് അല്ലെങ്കിൽ വലുതായിട്ടാണെങ്കിലും നമുക്ക് ചെയ്തിട്ടാൽ കാണാൻ ആ ഭിത്തികളിൽ തന്നെ നല്ലൊരു ഭംഗി കാണും. ആര് കണ്ടാലും നല്ലൊരു വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഔട്ട്ലൈൻസുകളാണ്. അപ്പം ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസുകൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് എമൗണ്ട് ആവുന്നതുമല്ല, വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടുകൾ മാത്രമേ ഇതിനുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. പിന്നെ ഫോയിൽ പേപ്പർ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് കൊണ്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. അതുപോലെ കാർഡ്ബോർഡ് വെറുതെ സിമ്പിളായിട്ട് കാർഡ്ബോർഡിൽ റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഡയമണ്ട് ഷേപ്പ് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പ് ചെയ്ത് കണ്ടില്ലേ, ആ ഒരു ഔട്ട്ലൈൻ ഓറഞ്ച് കളർ കൂടി ഇട്ടപ്പം കുറച്ചും കൂടി എടുപ്പോടുകൂടി തന്നെ വന്ന്. ഇതിനിപ്പോൾ ഒരു ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്ന വയറ് അത് ഗോൾഡൻ വയർ കൊണ്ട് നല്ലതുപോലെ ചുറ്റി ബാക്കിൽ ഒട്ടിച്ചപ്പോഴത്തേക്കും മനോഹരമായിട്ടൊരു വോൾ ഹാങ്ങിങ് ആയി കഴിഞ്ഞു.